എറണാകുളം അതിരൂപതയിലെ തർക്കത്തിൽ സഭാ സിനഡിനെതിരെ പ്രതിഷേധം. അതിരൂപതയ്ക്ക് മെത്രാനെ നിയമിക്കാത്തതിലാണ് പ്രതിഷേധം. അതിരൂപതയിലെ വൈദിക അൽമായ പ്രതിനിധികൾ യോഗം ചേർന്നു. സമവായത്തിൽ നിന്നും പിന്മാറാൻ ആലോചിക്കുകയാണ് എന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. 8 വർഷക്കാലമായി ഞങ്ങൾ ശക്തമായ പ്രതിഷേധ സമരത്തിലാണ് നീതിക്ക് വേണ്ടിയുള്ള. പെർമനന്റ് സിനഡ്, സിനഡൽ കമ്മീഷനായ 9 മെത്രാന്മാർ, അതിനുശേഷം മാർ ജോസഫ് പാംബ്ലാനിയും തട്ടിലും മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള മെത്രാന്മാർ, ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ചർച്ചകൾ നടത്തി ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് വിശ്വസിച്ചാണ് ഞങ്ങളൊരു സമവായം രൂപപ്പെടുത്തിയത്. ഈ സമവായവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പലതും ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപതയായ എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഈ സിനഡിൽ ഒരാളില്ല എന്നിരിക്കെ, കോട്ടയം രൂപതയ്ക്ക് വേണ്ടി 1,80,000 പേർ മാത്രമുള്ള കോട്ടയം രൂപതയ്ക്ക് വേണ്ടി വീണ്ടും ഒരു സഹായമെത്രാനെ കൊടുക്കാൻ പ്രൊസീജിയർ പൂർത്തിയാക്കുവാൻ സിനഡിന് സാധിച്ചു. സജോ ദേവസി വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് മെത്രാനെ വാഴിച്ചിട്ട് 10-12 കൊല്ലമായി എന്ന് തോന്നുന്നു. അതിൽ ഇനി സമവായത്തിനും ഇനി ക്ഷമയ്ക്കുമില്ല എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. മാധു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പലയിടത്തും പലപ്പോഴും ക്രമസമാധാന പ്രശ്നമായി ഉൾപ്പെടെ മാറിയതാണ്. ഒടുവിൽ പക്ഷേ ഇടക്കാലത്ത് സമവായത്തിലേക്ക് കാര്യങ്ങൾ പോയി. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കാണ് നിലവിൽ അതിരൂപതയുടെ ഭരണനിർവഹണ ചുമതല. അദ്ദേഹമാണ് മെത്രാപ്പൊലീത്തൻ വികാരി. അവിടെ അതിരൂപതയുടെ ഭരണ നിയന്ത്രണത്തിന് ഒരു മെത്രാനെ നിയോഗിക്കുക എന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയായതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഓക്സിലറി ബിഷപ്പുമാരെ നിയോഗിക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നാണ് അൽമായ മുന്നേറ്റം പറയുന്നത്. പക്ഷേ ഈ സിനഡ് പൂർത്തിയായി. കോട്ടയം അതിരൂപതയ്ക്ക് ഒരു സഹായമെത്രാനെ മാത്രമാണ് നിയോഗിച്ചത്. മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അതിന്മേൽ അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിശദീകരണം എന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ വത്തിക്കാന്റെ അന്തിമ അംഗീകാരം സാധ്യമായില്ല എന്ന മട്ടിലാണ് അനൌദ്യോഗികമായ വിശദീകരണം പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു വിശദീകരണം പുറത്തു വന്നതുമില്ല. അപ്പോൾ വലിയ അതിരൂപതാപക്ഷം ഉയർത്തിക്കാട്ടിയവരെ സഭാ സിനഡും സിനഡ് മുന്നോട്ട് വെച്ചവരെ അതിരൂപതാപക്ഷവും അംഗീകരിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം എന്നും കേൾക്കുന്നല്ലോ. മാധു, ഇക്കാര്യത്തിൽ വത്തിക്കാന്റെ നിലപാട് വളരെ നിർണായകമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രൊസീജിയർ, അതായത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ പദവി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ന്യൂൺഷേച്ചറിൽ നിയമനം നടന്നിട്ടില്ല. അതൊക്കെയാണ് പ്രതിസന്ധിയായത് എന്നതാണ് ഈ കാര്യത്തിൽ അനൌദ്യോഗികമായ ഒരു വിശദീകരണമായി പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ ഭാഗത്ത് ന്യൂൺഷേച്ചറിൽ നിന്ന് ഉള്ള അംഗീകാരവും തിരികെ വരികയും ഒക്കെ വേണം ഈ പ്രൊസീജിയർ പൂർത്തീകരിക്കാൻ. പ്രഖ്യാപനം നടക്കുക സാധാരണഗതിയിൽ ഒരേ സമയം മൗണ്ട് സെന്റ് തോമസിലും അതേസമയം വത്തിക്കാനിലും പ്രഖ്യാപനം നടക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ പ്രശ്നമുണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം അൽമായ മുന്നേറ്റം അടക്കം അതിരൂപതയിലെ വൈദികരും ഈ അൽമായ കൂട്ടായ്മയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കോട്ടയം അതിരൂപതയിലെ ഓക്സിലറി ബിഷപ്പിന്റെ നിയമനത്തിന് ഈ തടസ്സങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കപ്പെടുന്ന വാദങ്ങൾക്ക് പ്രസക്തിയില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കോട്ടയത്തെ നിയമനം സാധ്യമായതെന്നാണ്. നേരത്തെ ഒരു പട്ടികയൊക്കെ തയ്യാറാക്കുകയും അത് സംബന്ധിച്ച് പലതരം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയുമായിരുന്നു. പക്ഷേ നിയമനം മാത്രം നടന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ആജപാലനപരമായ കാര്യങ്ങൾക്ക്, നേതൃപരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, അല്ലെങ്കിൽ സിനഡിൽ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാൻ, ചർച്ചയിൽ പങ്കാളിയാവാൻ അവരുടെ ഒരു പ്രതിനിധിയില്ല എന്ന വലിയ അനീതി ഉണ്ട് എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനീതി നേരിട്ടു എന്ന പൊതുവികാരമുണ്ട്. അതിന്റെ ഭാഗമായാണ് അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും അടക്കം വൈദികരുടെയും അൽമായരുടെയും പ്രതിനിധികൾ ഇപ്പോൾ കലൂർ റിന്യൂവൽ സെന്ററിൽ യോഗം ചേരുന്നത്. നിലവിലൊരു സമവായ ഫോർമുല പ്രകാരമാണ് അതിരൂപതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് പിന്മാറും, പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ മെത്രാപ്പൊലീത്തൻ വികാരിയുമായും അതിരൂപതയുടെ ഭരണ നേതൃത്വവുമായും സഹകരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പക്ഷേ മാറും, ഒരു പ്രതിഷേധമായി അത് രൂപപ്പെടും. നേരത്തെ പലപ്പോഴും ഉണ്ടായതുപോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. സമവായത്തിൽ നിന്ന് ഇനി തുടരാൻ കഴിയില്ല എന്ന നിലയ്ക്കുള്ള ഒരാലോചനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ പ്രതികരണമാണ് അവർ പറയുന്നത്. ഈ യോഗത്തിലുള്ള കൂടിയാലോചനയ്ക്ക് അനുസരിച്ച് പ്രതിഷേധം അടക്കമുള്ള മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ജനുവരിയിൽ സിനഡ് ചേരാനിരിക്കുന്നുണ്ട്. ആ സിനഡിൽ ഈ കാര്യം പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അങ്ങനെ ആ സിനഡിൽ പരിഗണിക്കണം. ഇനിയിപ്പോൾ അതാണ് സാധ്യമായ ഒരു വഴി. അങ്ങനെയല്ലാത്ത പക്ഷം അതുവരെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന നിലപാട് അവർ മുന്നോട്ട് വയ്ക്കുന്നു. സ്വാഭാവികമായും വലിയ അംഗസംഖ്യയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു
നേരത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മെത്രാപ്പൊലിത്തൻ വികാരി വന്നത്. ഒരു സഹായ മെത്രാന്മാരെ നിയോഗിക്കുക, ഒരാളെയോ രണ്ടാളെയോ ഒന്നിലധികം ആളുകളെയോ നിയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് സാധ്യമായില്ല. അത് സിനഡ് ഇക്കാര്യത്തിൽ സിനഡിന്റെ ഭാഗത്തു നിന്ന് അനീതി ഉണ്ടായി എന്ന പൊതുവികാരം അവർ പ്രകടിപ്പിക്കുകയും അതിന്റെ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുക, അത്തരം നീക്കങ്ങളാണ്, കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. അത് സ്വാഭാവികമായും സിറോ മലബാർ സഭയെ സംബന്ധിച്ചും എറണാകുളം അങ്കമാലി പ്രതിഷേധമുണ്ടാവുകയാണ്. എറണാകുളത്ത് മെത്രാനെ നിയമിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്.